മലയാളികൾക്കേറെ സുപരിചിതനാണ് ബാല. അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്ത് ഉദയനും ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ്. ഗായിക അമൃത സുരേഷുമായുള്ള ബന്ധം വേർപ്പെടുത്തി 10 വർഷത്തോളം കഴിഞ്ഞാണ് ബാല എലിസബത്തിനെ വിവാഹം കഴിക്കുന്നത്. ഇവരുടെ വിശേഷങ്ങൾ എപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട്. ബാലയ്ക്കൊപ്പം കുടുംബജീവിതം ആരംഭിച്ച ശേഷം എലിസബത്ത് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നു. അതുവഴി എലിസബത്ത് വിശേഷങ്ങൾ പങ്കിടാറുണ്ടായിരുന്നു. എന്നാൽ എലിസബത്ത് ഉദയൻ കുറച്ചു നാളുകളായി ബാലയ്ക്കൊപ്പം ഇല്ല. ഇരുവരും ഇപ്പോൾ ഒരുമിച്ചല്ല താമസം. കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ബാല വിധേയനായപ്പോഴും പിന്നീട് ജീവിതത്തിലേക്ക് തിരികെ വന്നപ്പോഴെല്ലാം ബാലയ്ക്ക് തുണയായി ഉണ്ടായിരുന്നത് എലിസബത്ത് ആയിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി ബാലയിൽ നിന്നും എലിസബത്ത് അകലം പാലിക്കുകയാണ്. മാത്രമല്ല കേരളത്തിന് പുറത്തേക്ക് ജോലിക്കായി പോവുകയും ചെയ്തിരുന്നു. പുതിയ സ്ഥലത്ത് ജോലിക്ക് പ്രവേശിച്ച വിവരമെല്ലാം തന്റെ സോഷ്യൽ മീഡിയ പേജ് വഴിയും യൂട്യൂബ് ചാനൽ വഴിയും എലിസബത്ത് ആരാധകരെ അറിയിച്ചിരുന്നു. ജോലിയിൽ പ്രവേശിച്ച ശേഷം ഒരു തവണ അവധിക്കായി എലിസബത്ത് നാട്ടിൽ വന്നിരുന്നു. അപ്പോഴും ബാലയെ കാണാൻ എലിസബത്ത് പോയിരുന്നില്ല. മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു താരപത്നിയുടെ അവധി ആഘോഷം. അതോടെ സ്ഥിരം പ്രേക്ഷകർ ബാല കാണാൻ പോകാത്തതിന്റെ കാരണവും എലിസബത്തിനോട് തിരക്കിയിരുന്നു. പക്ഷെ താരപത്നി ഒന്നിനും മറുപടി നൽകിയില്ല. ഇപ്പോഴത്തെ ലോങ് ലീവ് എടുത്ത് നാട്ടിലേക്ക് വന്നു എന്ന് പറയുകയാണ് പുതിയ വീഡിയോയിൽ എലിസബത്ത്. എന്നാൽ ഈ വരവിൽ അവരുടെ ആരാധകർ പല കാര്യങ്ങളിലും സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇവിടെ എലിസബത്തിന്റെ ഒപ്പം അച്ഛനും അമ്മയും ബന്ധുക്കളും മാത്രമാണുള്ളത്. ലീവ് എടുക്കാനുള്ള കാരണം പുത്തൻ വീഡിയോയിൽ എലിസബത്ത് വ്യക്തമാക്കി. ഞാനൊരു ലോങ് ലീവിലേക്ക് കടക്കാൻ പോകുന്നു. ഞാനൊരു അവധി എടുക്കുന്നു. അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കുന്നില്ല എന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നും പിന്നെ സ്ട്രെസ് ഉണ്ട്. ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലാണ്. കുറച്ചു കാലം കുറച്ച് സമയം എനിക്ക് വേണ്ടി മാറ്റി വെക്കാമെന്ന് ഓർത്തു. ഇനി കൂടുതൽ വീഡിയോസ് ഉണ്ടാകും. കൂടുതൽ വീഡിയോസ് ഇട്ട് ശല്യപ്പെടുത്താനാണ് തീരുമാനം. വീഡിയോസ് ചെയ്യുക എന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്നാണ് പുതിയ വിശേഷങ്ങൾ പങ്കിട്ട് വീഡിയോയിൽ എലിസബത്ത് പറഞ്ഞത്. നിരവധി പേരാണ് എലിസബത്തിന്റെ പുത്തൻ തീരുമാനത്തെ അഭിനന്ദിച്ച് എത്തിയത്. അടിച്ചു പൊളിച്ചിട്ട് ഇനി ജോലിക്ക് പോയാൽ മതി. ആരോഗ്യവും സമാധാനവും നിനക്ക് ദൈവം തരട്ടെ. പ്രാർത്ഥനകൾ. നിങ്ങൾ പൊളിക്ക്. വീഡിയോകൾ വരട്ടെ എന്നെല്ലാമാണ് കമന്റുകൾ. അതിനിടയിൽ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ടോ എന്നും എലിസബത്തിനോട് ചിലർ കമന്റിലൂടെ ചോദിച്ചു. ബാലയുമായുള്ള വിവാഹശേഷം ഏറെ നാൾ കേരളത്തിൽ തന്നെ ഡോക്ടറായി ജോലി ചെയ്തിരുന്നു എലിസബത്ത്. പിന്നീട് അത് അവസാനിപ്പിച്ചു. അടുത്തിടെയായി ഹൃദയസ്പർശിയായ ചില വരികൾ എലിസബത്ത് പങ്കുവയ്ക്കാറുണ്ട്. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ എലിസബത്തുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വ്യക്തമായ മറുപടിയൊന്നും ബാല നൽകിയില്ല. ഇപ്പോൾ എന്റെ കൂടെ ഇല്ലെന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നുവെന്നാണ് ബാല പറഞ്ഞത്. എലിസബത്തിനെ ആരുമായും താരതമ്യപ്പെടുത്തരുത്. ഞാൻ ഒരു അഭിമുഖത്തിലും എലിസബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരേ ഒരു വാക്ക് ഇപ്പോൾ പറയാം. എലിസബത്തിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എലിസബത്ത് തങ്കമാണ്. പ്യുവർ ക്യാരക്ടറാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല. ഞാനും അവളുടെ കൂടെ ഇല്ല. വിധി. അവളുടെ ക്യാരക്ടറുള്ള മറ്റൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. അവൾ സ്വർണ്ണമാണ്. ഇതിന്റെ മുകളിലൊന്നും ചോദിക്കരുത്. ഞാൻ മരിച്ചാലും ഒരു കുറ്റവും അവളെക്കുറിച്ച് ഞാൻ പറയില്ല. ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവളാണ് എലിസബത്ത്. എപ്പോഴും ഹാപ്പിയായിരിക്കണം എന്നാണ് ബാല എലിസബത്തിനെ കുറിച്ച് സംസാരിച്ച് പറഞ്ഞത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.